ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. അപ്പോൾ എന്താണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നല്ലേ? നമ്മൾ ചില ടൂത്ത് പേസ്റ്റ് മേടിക്കുമ്പോഴും അതുപോലെ തന്നെ ഫേസ് മാസ്ക് അതായത് ഫേസ് പാക്ക് ഒക്കെ മേടിക്കുമ്പോഴും അതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടെന്ന് എഴുതിയേക്കുന്നത് കാണാം. നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ കിട്ടുന്ന കരി പോലെ, ഈ കരിയാണുള്ള ചാർക്കോൾ, ആ കരി പോലത്തെ കരിയല്ല ഇത്. ചെറിയ പ്രോസസ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതായത് നമുക്ക് വെള്ളം ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് തന്നെ ഫേസ് മാസ്ക് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഫേസ് മാസ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ക്രീമൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ആൻറ്റി പൊല്യൂഷൻ, അതായത് പൊല്യൂഷൻ മാറ്റുന്നു, അല്ലെങ്കിൽ ടോക്സിൻസ് മാറ്റുന്നു, അങ്ങനെയുള്ള ഒരു ടേംസിന് കൂടെയാണ് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ കണ്ടേക്കുന്നത്. അതിന് കാരണം അതുതന്നെയാണ്. ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിന് ഒത്തിരി പൊല്യൂഷൻ വലിച്ചു മാറ്റാനുള്ള കഴിവുണ്ട്, പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ പണി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുപോലൊരു തീയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ ക്യാനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു പെയിൻറ്റ് ക്യാൻ ഞാൻ തീക്കകത്ത് തന്നെ വെച്ച് കത്തിച്ച് ഇതുപോലത്തെ പെയിൻ്റ് എല്ലാം കളഞ്ഞ് ഫുള്ള് നല്ല കരി വെച്ച് ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ പെയിൻറ്റ് ക്യാൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂവോ എന്തെങ്കിലും വെച്ച് ഒരു ചുറ്റിയേക്ക് ഒരു അടി കൊടുത്താൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടായി കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് തടിയുടെ പീസസ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ അടുപ്പൊക്കെ കത്തിക്കുന്ന തടിയുടെ കുറച്ച് പീസസാണ്. അപ്പോൾ ഇത് കൂട്ട് കുറേ പീസസ് നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിലോട്ടിടാം. അപ്പോൾ ഞാൻ കുറേ തടിയുടെ പീസസ് ഈ പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് വെച്ച് ഇത് അടയ്ക്കാം. ഇനി നമുക്ക് ഈ പാത്രം തീക്കകത്ത് വെച്ച് ചുടുന്ന് പറഞ്ഞ പോലെ തന്നെ ഈ തീക്കകത്തോട്ട് ഈ പാത്രം നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ തീക്കകത്തോട്ട് ഈ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുറേ നേരം ഇവിടെ ഇരിക്കണം. ഒരു 1-2 മണിക്കൂറോളം ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ പാത്രത്തിൻ്റെ അടപ്പയിലുള്ള ഹോളിനകത്തൂടെ പുക വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പുക വന്ന് കുറേ കഴിയുമ്പോൾ ഈ പുക നിൽക്കും. അപ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇത് അകത്തുനിന്ന് ഈ വുഡെല്ലാം നന്നായിട്ടിരുന്ന് കുക്കായി, അതായത് ഫുള്ള് കാർബണായി മാറുകയാണ് ഇതിനകത്തിരുന്ന്. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇന്നലെ കുപ്പിക്കകത്ത് നമ്മൾ വിറകൊക്കെ നിറച്ചിട്ട് കത്തിക്കാനിട്ടായിരുന്നു ഇത്. ഇന്നലെ വൈകുന്നേരം വിട്ടത്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരമായി. നമ്മൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ള നമുക്ക് സമയമുള്ള പോലെയൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ പിന്നെ ചുറ്റിനുള്ളതെല്ലാം ചാരമായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തുള്ളത് ചാരമായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നല്ല കരിയായിട്ടിരിപ്പുണ്ട്. ഓക്സിജൻ ഇല്ലാണ്ട് കത്തിച്ച കരി. ഒരു മെറ്റലൊക്കെ വന്ന് നിലത്ത് വീഴുന്ന പോലെ ഒച്ച, ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഒച്ച ഇതിന്. അപ്പോൾ വെയിറ്റ് എല്ലാം നന്നായിട്ട് കുറഞ്ഞ് നല്ല എന്താ പറയുക, നല്ല തൂവല് പോലെ ആയിട്ടുണ്ട്. ഇത് തീരെ വെയിറ്റ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. നമ്മൾ ഈ ചാർക്കോൾ ഇപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി, അതായത് കഴുകിയിട്ട് നല്ല വെയിലത്തൊക്കെ വെച്ച് ഉണക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് പൊടിച്ചെടുക്കലാണ് ഇനി അടുത്ത പ്രോസസ്സ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചുറ്റിക എടുത്തിട്ട് സാധാരണ ഇടിച്ചിടിച്ചാണ് പൊടിക്കാം മൊത്തം. ഇപ്പോൾ നമ്മുടെ ചാർക്കോൾ അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇത്രയൊക്കെ പൊടിഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡറിന് പകരം നമുക്കിതിൽ നാരങ്ങാനീര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാം. ബ്ലീച്ചിങ് പൗഡർ നമുക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് ഞാൻ ബ്ലീച്ചിങ് പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഈ ബ്ലീച്ചിങ് പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് 50 ഗ്രാം വെച്ച് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കലക്കി എടുക്കാം. ഇവിടെ ഞാനൊരു ബൗളിനകത്ത് നമ്മുടെ ചാർക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ സൊല്യൂഷൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു അടപ്പെടുത്ത് നമ്മളിത് അടച്ച് വെക്കണം, ജീവികളൊന്നും കയറാത്ത പോലെ. അങ്ങനെ ഒരു 24 മണിക്കൂർ തന്നെ ഇത് മാറ്റി വെച്ചേക്കണം. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വരാം. അപ്പോൾ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിനകത്ത് ഇട്ട് വെച്ചിരുന്ന ചാർക്കോൾ ഒരു 10-24 മണിക്കൂറായിട്ട് അവിടെ ഇരുന്ന് നല്ലോണം ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ചാർക്കോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ സൊല്യൂഷനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ബ്ലീച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മെഷാണ് എടുത്തേക്കുന്നത്. മെഷിന് പകരം നമുക്കിപ്പോൾ ഒരു സാധാരണ അരിപ്പയാണെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാം. വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിങ്ങനെ കവർ ചെയ്ത് പിടിച്ചിട്ട് ഈ വെള്ളം ഒഴിച്ചങ്ങ് കളയാൻ പോവാണ്.
ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നേരെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇത് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് പൊടിയൊക്കെ പുറത്തോട്ട് പോകും, എങ്കിലും നല്ല ക്ലീനാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാർക്കോൾ നല്ലോണം വെള്ളത്തിനകത്തൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ചാർക്കോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ബ്ലീച്ചൊക്കെ കഴുകി കളഞ്ഞിട്ട് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല അത്യാവശ്യം പൗഡറായിട്ടാണ് ഇരിക്കുന്നത്. ഒത്തിരി ഉപയോഗങ്ങളുണ്ട് നമുക്കിതുകൊണ്ട്. നമുക്ക് വീട്ടിലേക്ക് എയർ ക്ലീൻ ആക്കാം, ഫ്രിഡ്ജിനകത്ത് എയർ ക്ലീൻ ആക്കാം, അതുപോലെ തന്നെ നമുക്ക് ഫേസ് മാസ്ക് ഒക്കെ ഉണ്ടാക്കിയിടാൻ പറ്റും. പിന്നെ നമുക്ക് ഇതുകൊണ്ട് വാട്ടർ ഫിൽറ്റർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് മഴവെള്ള സംഭരണിയിലോട്ട് പോകുന്ന വെള്ളമൊക്കെ നമുക്ക് ആക്ടിവിറ്റി ചാർക്കോളും കൂടെ യൂസ് ചെയ്ത്, മണൽ, ആക്ടിവിറ്റി ചാർക്കോൾ അങ്ങനെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഈ ആക്ടിവിറ്റി ചാർക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്, നിറച്ച് ഹോൾസ് ആണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സർഫസ് ഏരിയ കൂടിയ സാധനങ്ങളൊക്കെ ഒത്തിരി ടോക്സിൻസ് അബ്സോർബ് ചെയ്ത് വെക്കും. ഈ ആക്ടിവിറ്റി ചാർക്കോളിന് 1 ഗ്രാമിന് 32,000 സ്ക്വയർ ഫീറ്റോളം സർഫസ് ഏരിയ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുകൊണ്ടൊരു ഗ്യാസ് മാസ്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ചാർക്കോൾ മാസ്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് മുൾത്താണി വെട്ടി, ആക്ടിവിറ്റി ചാർക്കോൾ, 1 ടേബിൾ സ്പൂൺ ഹണി, പിന്നെ പനിനീര്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതായിട്ടുള്ളൊരു മാസ്കാണ്. എന്തായാലും ഈ മാസ്ക് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ചാർക്കോൾ മാസ്ക് ഒക്കെ മോതിട്ടിട്ടുണ്ട്. കാണുന്നില്ല എന്നെ? ഇരുട്ടായിരുന്നു, എന്നെ കാണത്തില്ലായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. സ്കിന്നൊക്കെ നല്ല സെറ്റപ്പ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഈ മാസ്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് പിന്നീടാണ് ഇത് കഴുകി കളയേണ്ടത്. അപ്പോൾ നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മാസ്ക് ഒന്ന് കഴുകി കളഞ്ഞ് നോക്കാം. ഇപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി തിരിച്ച് പഴയ ഞാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ട് നല്ലൊരു വ്യത്യാസമുണ്ട് സ്കിന്നിന്. ഞാനിപ്പോൾ ഒത്തിരി നേരം വെച്ചില്ല, ഒരു 10 മിനിറ്റോളം മാത്രമേ ഞാനിത് മുഖത്തിട്ട് വെച്ചുള്ളൂ. ഒരു 10-15 മിനിറ്റൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ തന്നെ നല്ല ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി ചാർക്കോൾ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തു നിന്നുള്ള ടോക്സിൻസ് ഒക്കെ വലിച്ച് കളയാനായിട്ടാണ്. എന്നിട്ട് വെളുക്കാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല ചെയ്യുന്നത്. കാര്യമായിട്ട് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തു നിന്നുള്ള ടോക്സിൻസ് ഒക്കെ വലിച്ച് കളഞ്ഞ് നല്ലൊരു ഫ്രഷ് ആക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആക്ടിവിറ്റി ചാർക്കോൾ നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ ഫ്രിഡ്ജിനകത്തെ ചീത്തയായിട്ടുള്ള സ്മെല്ലൊക്കെ കളയാൻ, അതുപോലെ തന്നെ റൂമിലെ എയർ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങിന് വേണ്ടി ഒരു ഫ്രഷ്നപ്പ് ആക്കാനായിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കാനാണെങ്കിൽ ഒരു ചെറിയൊരു തുണിക്കകത്ത് കെട്ടിയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് തുറന്ന് വെക്കുവോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഒരു പാത്രത്തിനകത്ത് ഇതിട്ട് വെക്കുവോ, അങ്ങനെ എന്തുമായിട്ട് കോൺടാക്റ്റ് വരുന്നോ അതെല്ലാം ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ചാർക്കോൾ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.